ഹായ് അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ വീഡിയോസും ചെയ്യാറില്ല, ലോങ് വീഡിയോസും ചെയ്യാറില്ല. ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസ് മാത്രം ചെയ്യാറുള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൾഫ് കൺട്രീസിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ ദുരിതത്തിലാണ് നമ്മൾ പോകണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് സംസാരിക്കാനുള്ള എന്താ പറയുക, അങ്ങനെ ഇതില്ല, നമുക്ക് പറയാൻ പാടില്ല എന്നാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാകും പെരുന്നാൾ എന്നുള്ളതാണ്. അതായത് ഈ കണ്ട കാലം വരെ ഒന്നും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഈ പെരുന്നാളിനെ കുറിച്ച്. സാധാരണ പറയാറുണ്ട് നാളെയാകും മറ്റന്നാളാകും എന്നൊക്കെയുള്ള നമുക്കൊരു ഇതുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ചെറിയ പെരുന്നാൾ ശനിയാഴ്ചയാവോ അതോ നാളെ വെള്ളിയാഴ്ചയാവോ എന്നുള്ള ഒരുപാട് ചർച്ച വരികയാണ്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മോട് വിട പറയാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ഇന്നത്തോടെ നമ്മളോട് വിട പറയും, അല്ല എങ്കിൽ നാളത്തോടെ വിട പറയും. ഇപ്പോൾ സൗദി UAE മിക്കവാറും നാളെയാകും ചെറിയ പെരുന്നാൾ എന്നാണ് നമുക്ക് ഒരു അറിവ്. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഈ ഒമാനിലും ചിലപ്പോൾ നാളെയാകാം. ഒരു 99% നാളേക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ആ 1% മിക്കവാറും ശനിയാഴ്ചയാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും, അതായത് നോമ്പിൻ്റെ ആ വ്രതശുദ്ധി കഴിഞ്ഞ് നമ്മുടെ പുതിയ കുപ്പായൊക്കെ അണിഞ്ഞ് അത്തറും പൂശി നമ്മളൊക്കെ ഇങ്ങനെ പള്ളിയിലോട്ട് ഇങ്ങനെ ആ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റും. അത് ഇവിടെ ആയാലും നാട്ടിലാണെങ്കിൽ ഒന്നുകൂടിയും സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ആകുമ്പോഴും കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ പള്ളിയിലൊക്കെ പോയി വന്ന് നല്ല ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിച്ച് റാഹത്തായിട്ട് നമ്മൾ എവിടേക്കും പോവുകയോ അല്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല. നല്ല നാട്ടിലിവിടെയൊക്കെ ഒരേപോലെ തന്നെയാണ്. എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബക്കാരോട് കൂടെ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരുപാട് മോശമാക്കപ്പെട്ട വെള്ളിയാഴ്ച വേണ്ട, അല്ലെങ്കിൽ ശനിയാഴ്ച, അങ്ങനെ ആരും അതിനെക്കുറിച്ച് ആ ഒരു രീതിയിലുള്ള സംസാരിക്കരുതെന്ന്. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ അത് കണ്ടു അതിനെക്കുറിച്ച്. അതൊരിക്കലും, കാരണം നമുക്ക് ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം വ്രതം നമുക്ക് ഇത്രത്തോളം നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് തരുന്ന ഒരു മാസമാണ്. ആ മാസം കഴിഞ്ഞ് നമുക്കൊരു സന്തോഷം വരുമ്പോൾ അത് വെള്ളിയാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും നമുക്കതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു പുണ്യമാക്കപ്പെട്ട ദിവസം കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന, അതായത് ഈ വീഡിയോ കാണുന്നവർ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾക്ക് എന്നാകുമെന്ന് ഉറപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാളെയാകാം, അതായത് വെള്ളിയാഴ്ചയാവണോ ശനിയാഴ്ചയാണോ, നിങ്ങളൊരു അഭിപ്രായം കൂടി ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇതൊരു മോശമായ ഒരു രീതിയിൽ കാണണ്ട. നിങ്ങൾ ഒരു ആരോഗ്യപരമായ ഒരു സംസാരമായിട്ട് മാത്രം കണക്കാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, അതായത് വെള്ളിയാഴ്ചയാവണോ അതോ ശനിയാഴ്ചയാവണോ. എന്തായാലും നമ്മുടെ നാടും നമ്മുടെ ഈ ഗൾഫ് കൺട്രീസൊക്കെ പോയി ചെറിയ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നീങ്ങുന്നത്. നമുക്ക് എല്ലാവർക്കും ആ പഴയ ഇപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് ആർഭാടൊക്കെ ഉണ്ടായിരുന്നു പെരുന്നാളിലൊക്കെ. നമ്മുടെ അങ്ങാടികളൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു ചെറിയ അറുതി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ദൂർത്തടിക്കാനുള്ളത് നമ്മുടെ ഈ ഗൾഫ് കൺട്രീസിൽ നിന്നും പണം നാട്ടിലോട്ട് പോകണില്ല. അല്ലാതെ നാട്ടിലും അതിനുള്ളൊരു സാഹചര്യം. കാരണം നമ്മുടെ നാട്ടിലറിയാം ഗ്യാസും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ ആയിട്ട് നമ്മുടെ ഹോട്ടലുകളൊക്കെ ഒരുപാട് അടച്ചു പൂട്ടി. അങ്ങനെയുള്ള ഒരുപാട് മേഖലകളൊക്കെ ഇങ്ങനെ സ്തംഭിച്ചുകൊണ്ടിരിക്കുക. ഒരു സന്തോഷം എന്ന് പറയാനുള്ളതൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്കൊക്കെ പെരുന്നാൾ പറയുമ്പോൾ ഒരു സന്തോഷമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരാഗ്രഹമുള്ളത് നാളെയാകണോ അല്ല എങ്കിൽ ശനിയാഴ്ചയാവണോ, നിങ്ങളൊരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെയാണ് പെരുന്നാളെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു വ്ളോഗ് ഉണ്ടാവും, പെരുന്നാളിൻ്റെ വ്ളോഗ് ഉണ്ടാവും. എല്ലാവരും അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ അധികം ലോങ് വീഡിയോ ചെയ്യാറില്ല, ഇടവിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം, അത് നമ്മുടെ വീഡിയോക്കുള്ള നെഗറ്റീവൊക്കെ എടുത്ത് കാണിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ പറയണം. അതുപോലെ തന്നെ പോസിറ്റീവും കാണിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണം നിർബന്ധം. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം നമ്മുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാറുണ്ട്, മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അല്ല മറ്റുള്ളവർ പറയും ഞാൻ എന്ത് ചെയ്താലും അതിനെ എതിർക്കരുത് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. നമ്മൾ ചെയ്യുന്ന നല്ലതായാലും ചീത്തയാലൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഓക്കെ, ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും എത്തിക്കുക.